അരിഭക്ഷണം അമിതമാകുന്നത് കൊണ്ടാണ് കേരളത്തില് പ്രമേയം കൂടുന്നത്. ഇത് രോഗത്തിന്റെ കാരണം തന്നെയാണ്. മറ്റൊന്ന് വിശ്രമമില്ലായ്മ. ചില ആളുകൾ അമിതാധ്വാനം ചെയ്യുന്നവരാണ്, അതും രോഗം ഉണ്ടാക്കും. സ്ട്രെസ്, അതെ, മാനസിക സമ്മർദ്ദങ്ങൾ, അതും രോഗമുണ്ടാക്കുന്നത് തന്നെയാണ്, പ്രത്യേകിച്ച് മാനസിക രോഗങ്ങൾ. മറ്റൊരു രോഗമുണ്ടാക്കുന്ന ഘടകമാണ് നമ്മുടെ ദോഷകരമായ മാനസിക വികാരങ്ങൾ, നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയും. വെറുപ്പ്, അസൂയ, ദേഷ്യം, അപകർഷതാബോധം, പ്രതികാര മനസ്ഥിതി, ഇതൊക്കെ രോഗങ്ങളുണ്ടാക്കും. ഇത്തരം രോഗങ്ങൾ, പല ആളുകളെയും മെഡിക്കൽ കോളേജിൽ പോയി എല്ലാ ടെസ്റ്റും നടത്തിയാലും കാരണം ഡോക്ടർമാർ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഡിപ്രഷൻ. അത് കണ്ടുപിടിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ദോഷകരമായ മാനസിക വികാരങ്ങൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നമ്മൾ എന്ത് ടെസ്റ്റ് നടത്തിയാലും കണ്ടുപിടിക്കാൻ കഴിയില്ല. അത്തരം രോഗത്തിന്റെ പേരാണ് സൈക്കോസോമാറ്റിക് ഡിസോർഡേഴ്സ്, മനോജന്യ ശാരീരിക രോഗങ്ങൾ, സൈക്കോസോമാറ്റിക് ഡിസീസസ്. സൈക്കോസോമാറ്റിക് ഡിസീസസ് എന്ന് പറയുന്നത്. സൈക്കോസോമാറ്റിക് മനോജന്യ ശാരീരിക രോഗങ്ങൾ. സൈക്കോ എന്ന് പറഞ്ഞാൽ മനസ്സ്, സോമ എന്ന് പറഞ്ഞാൽ ശരീരം. അപ്പൊ ഇത്തരം കാരണങ്ങളെല്ലാം രോഗമുണ്ടാവാനുള്ളതാണ്. ഇനി രോഗത്തെ ചികിത്സിക്കാനുള്ള ഏറ്റവും നല്ല ചികിത്സാ രീതി സൈക്കോ ന്യൂട്രീഷൻ തെറാപ്പിയാണ്. സൈക്കോ ന്യൂട്രീഷൻ തെറാപ്പി. സൈക്കോ ന്യൂട്രീഷൻ തെറാപ്പി. സോറി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സൈക്കോ PSYCHO എന്നാണ്. സൈക്കോ ന്യൂട്രീഷൻ തെറാപ്പി. മനസ്സ് ഉപയോഗിക്കണം, അതേ സ്ഥാനത്ത് പോഷകവുമാണ്. പല രോഗങ്ങളും ഇതുമൂലം മാറ്റാവുന്നതാണ്. ദാറ്റ്സ് റൈറ്റ്. സൈക്കോ ന്യൂട്രീഷൻ തെറാപ്പി. ദാറ്റ്സ് റൈറ്റ്. ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ കൊടുക്കുക. നമുക്ക് രോഗം ഉണ്ടായാൽ തന്നെ മനസ്സിലാക്കേണ്ടത് ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്താൻ ആയിട്ടുണ്ട് എന്നാണ്. ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്താനായിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ പല ചികിത്സാ സമ്പ്രദായങ്ങളും വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും പല രോഗത്തിനും പല രീതിയാണ് ചികിത്സ. ഇപ്പോ ചികിത്സയിൽ തന്നെ ഏറ്റവും നല്ലത് രോഗം വരാതെ സൂക്ഷിക്കലാണ്. ആ രോഗം ഉണ്ടാവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഞാൻ വിട്ടു. നമ്മള് pH-ലുള്ള ഇംബാലൻസ് ആണ്. pH ഫാക്ടർ എന്ന് പറയും. pH ഫാക്ടർ. pH ഫാക്ടർ എന്ന് പറഞ്ഞാൽ എൻവയറമെന്റൽ പൊല്യൂഷൻ. അതുകൊണ്ട് പരിസര മലിനീകരണവും രോഗം ഉണ്ടാകാനുള്ള കാരണം തന്നെയാണ്. വഅലൈക്കും അസ്സലാം. pH ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ആസിഡ് ആൽക്കലൈന്റെ
സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണത്. അതായത് ഇതൊരു 1 മുതൽ 14 വരെ എടുത്തുകൊണ്ട് ഇവിടെ ഒരു സ്കെയില് 1 മുതൽ 14 വരെ എടുക്കാം. നമുക്ക് വേണമെങ്കിൽ 1 മുതൽ 14 വരെ സെന്റിമീറ്ററായി സങ്കല്പിക്കാം. അപ്പം അതിന്റെ ഒരു പകുതി ആസിഡും പകുതി ആൽക്കലൈനും ആണെങ്കിൽ 7 എക്സാക്ട്ലി വിസാല ഫാമിലി അടിച്ചത് തന്നെയാണ് അതിൻ്റെത്. ആസിഡ് ആൽക്കലി ഒരു 7 ആണ്, നമ്മൾ ന്യൂട്രൽ ആണ് എന്ന് പറയാം. ഓക്കെ, ഉച്ച സമയത്ത് ദഹിക്കുന്നവർക്ക് ദഹിക്കട്ടെ, അല്ല എന്താക്കാനാ. ഇതില് രോഗമുള്ള ആളുകളെ ഈ 7ലും താഴോട്ട് പോകും ആസിഡ്. രോഗം ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് 7ന്റെയും മുകളിലോട്ട് നമ്മൾ ആൽക്കലൈൻ ആവുക എന്നതാണ്. ഒരാൾക്ക് മിക്കവാറും രോഗമുണ്ട് എന്ന് പറഞ്ഞാൽ അയാള് 7ൽ താഴെ ആയിരിക്കും അയാളുടെ pH ഫാക്ടർ. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന കേരളീയർ കഴിക്കുന്ന ഭക്ഷണം ബഹുഭൂരിഭാഗവും അസിഡിക് ഫുഡാണ്. അരി അസിഡിക് ആണ്, ഇറച്ചി അസിഡിക് ആണ്, മീൻ അസിഡിക് ആണ്, മുട്ട അസിഡിക് ആണ്, പഞ്ചസാര ആസിഡിക് ആണ്. പഴം, പച്ചക്കറി ഇതെല്ലാം ആൽക്കലൈൻ ആണ്. അതാണ് പ്രകൃതി ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വവും. അവര് പഴത്തിലേക്കും പച്ചക്കറിയിലേക്കും പോയിട്ട് ഇപ്പോഴുള്ള അസിഡോസിസ് എന്ന് പറയും. അസിഡ് കൂടുന്ന അവസ്ഥക്ക് അസിഡോസിസ് എന്നാണ് പറയുന്നത്. അത് ഒഴിവാക്കി മറ്റ് ഭക്ഷണങ്ങൾ ചേർത്താൽ രോഗം മാറും എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രകൃതി ചികിത്സയിലൊക്കെ ചികിത്സിക്കാൻ വേണ്ടി പറയുന്നത് ഡീടോക്സിഫിക്കേഷൻ ആണ്. ശരീരത്തിലുള്ള വിഷങ്ങളെ നീക്കിയാൽ മതി രോഗം മാറുമെന്നാണ് സിദ്ധാന്തം. നമ്മളിതൊന്നും പഠിക്കാൻ തയ്യാറാവില്ല. നമ്മൾ രോഗം വരത്തക്ക രീതിയിൽ ജീവിക്കുക, രോഗം വരിക, ഡോക്ടറെ അടുത്ത് പോവുക, മരുന്ന് കഴിക്കുക, പിന്നെയും രോഗം വരത്തക്ക രീതിയിൽ ജീവിക്കുക, പിന്നെയും ഡോക്ടറെ അടുത്ത് പോവുക. ഇതാണ് നമ്മുടെ രീതി. അത് നമ്മുടെ ശീലമാവാണ്. എനിക്ക് നടക്കൂല എന്ന് പറയാണ്. അതിനിപ്പം നിർവാഹമല്ല. അതൊക്കെ ഇപ്പൊ അവനവന്റെ അതിനാണുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പേരിട്ടത്. അലോപ്പതി ഡോക്ടർമാർ രോഗത്തെ 2 തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, മറ്റൊന്ന് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഒന്ന് പകർച്ചവ്യാധി രോഗങ്ങൾ, 2 പകരാത്ത രോഗങ്ങൾ. പകർച്ചവ്യാധി രോഗങ്ങളെല്ലാം അണുക്കൾ മൂലം ഉണ്ടാവുന്നതാണ്. അണുക്കൾ മറ്റേയാളിലേക്ക് പ്രവേശിച്ചാൽ പകരും. അവിടെ ഒരു വലിയൊരു അബദ്ധവും മോഡേൺ മെഡിസിൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്ന അണുക്കളിലൂടെയാണ് എന്ന ഒരു അബദ്ധ സിദ്ധാന്തം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു എല്ലാ രോഗവും ഉണ്ടാകുന്നത് അണുക്കളിലൂടെയല്ല. അപ്പോൾ ഹൃദ്രോഗം, പ്രമേയം ഇതൊന്നും ഉണ്ടാകുന്നത് അണുക്കളിലൂടെയല്ലല്ലോ. അപ്പോൾ രോഗം വരാതെ സൂക്ഷിക്കലാണ് ഏറ്റവും നല്ലത്. പിന്നെ മറ്റൊന്ന് മരുന്നില്ലാത്ത ചികിത്സയാണ് ഏറ്റവും അടുത്തത് നമ്മൾ പോവേണ്ടത്. എക്യൂപ്രഷർ, എക്യൂപങ്ചർ, അതുപോലെ തന്നെ ഭക്ഷണ ചികിത്സ, റോ ഫുഡ് തെറാപ്പി, ഞാനീ പറഞ്ഞ സൈക്കോ ന്യൂട്രീഷൻ തെറാപ്പി. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ശരിയാണ്, പക്ഷെ പ്രിവെൻഷൻ എന്നൊക്കെ പറയാമെന്നല്ലാതെ പ്രിവെന്റ് ചെയ്യാൻ എന്താ വേണ്ടതെന്ന് ഒന്ന് ആദ്യം പഠിക്കണ്ടേ. രോഗം വരാതിരിക്കുന്നത് ആണ് നല്ലത്, രോഗം വന്ന് ചികിത്സിക്കുക, അതൊക്കെ നമ്മൾ പറയുന്നു. പക്ഷെ രോഗം വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് പഠിക്കണം. 2 രോഗം വരാതിരിക്കാൻ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുകയും വേണം. അത് ഞാൻ ചെയ്യാറുണ്ടോ എന്ന് പരിശോധിക്കാം, ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. അപ്പൊ മനസ്സിലാവും. അപ്പോ പിന്നീട് മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് അല്ലാത്ത മരുന്ന് കൊണ്ട് ചികിത്സിക്കുക.
യുനാനി, ആയുർവേദം, ഹോമിയോപ്പതി, പാരമ്പര്യ ചികിത്സ, അങ്ങനത്തെ ചികിത്സ ചികിത്സിക്കാം. ഇംഗ്ലീഷ് മരുന്നിലേക്ക് പോവുക. ഇതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. ചികിത്സാക്രമം ഞാൻ ഒന്നുകൂടി പറയാം. 1, രോഗം വരാതെ സൂക്ഷിക്കുക. 2, മരുന്നില്ലാത്ത ചികിത്സ, അക്യൂപ്രഷർ, അക്യൂപങ്ക്ചർ, ഭക്ഷണ ചികിത്സ, ഇതിന് റോ ഫുഡ് തെറാപ്പി എന്ന് പറയും. റോ ഫുഡ് തെറാപ്പി അല്ലെങ്കിൽ സൈക്കോ ന്യൂട്രീഷൻ തെറാപ്പി. അത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അല്ലാത്ത മരുന്നുകൊണ്ടുള്ള ചികിത്സ. എമർജൻസി ആണെങ്കിൽ, മറ്റു മാർഗമില്ല എങ്കിൽ ഇംഗ്ലീഷ് ചികിത്സ. ഇതായിരിക്കും നമുക്ക് ചികിത്സക്ക് ഉണ്ടാവേണ്ട ഒരു നയം. ഫാസ്റ്റ് റിലീഫ് കിട്ടുമോ? ഈ ചോദ്യകർത്താവ് ഫാസ്റ്റ് റിലീഫ് കിട്ടുമോ വെച്ചാൽ എല്ലാ രോഗത്തിനും ഫാസ്റ്റ് റിലീഫ് കിട്ടുന്ന ഒരു ചികിത്സാ സമ്പ്രദായം പറയാമോ നൗഷാദ് കോയപ്പള്ളിക്ക്? എല്ലാ രോഗത്തിനും ഫാസ്റ്റ് റിലീഫ് കിട്ടുന്ന ഒരു ചികിത്സാ സമ്പ്രദായം. അലോപ്പതിയിൽ പ്രമേയത്തിന് ഫാസ്റ്റ് റിലീഫ് ഉണ്ടോ? പ്രഷറിനുണ്ടോ? വെള്ളപ്പാണ്ടിനുണ്ടോ? ഇത് നിങ്ങൾ ഉണ്ടാക്കിയൊരു മാപ്പാണ്. എല്ലാ ചികിത്സാ സമ്പ്രദായത്തിലും ഫാസ്റ്റ് റിലീഫ് കിട്ടുന്ന ചിലവുണ്ട്. അത് മനസ്സിലാക്കുക. ഇത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചൊരു മാപ്പാണ്. ഞാൻ പറഞ്ഞുതരാം. യുനാനിയിൽ കുൽസം എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. എല്ലാ വീട്ടിലും കരുതി വെക്കേണ്ടതാണ് കുൽസം. കടന്നൽ കുത്തിയാൽ അസാധ്യ വേദനയാണ്. കുൽസം 2 തുള്ളി എടുത്താൽ കടന്നൽ കുത്തിയെടുത്ത് നിങ്ങളൊന്ന് പരട്ടി നോക്കൂ. 1/2 മിനിറ്റിനുള്ളിൽ വേദന അവിടെ നിൽക്കും. ഇമ്മീഡിയറ്റ് റിലീഫാണ്. ഞാൻ കടന്നൽ കുത്തിയവനാണ്, ഇത് ഉപയോഗിച്ചവനാണ്. യുനാനി മരുന്നൊക്കെ ചില ആളുകൾക്ക് എഴുതി കൊടുക്കാറുണ്ട്. ഹോമിയോപ്പതിയിൽ സബ്സം കുൽസമിന് പകരമായി ഉണ്ടാക്കിയ വേറെ ഒരു മരുന്നാണ്. കുൽസമാണ് പാരമ്പര്യക്കാരൻ. അതിന് പകരമായി നമ്മൾ അജ്മൽ ഡോക്ടർ ഉണ്ടാക്കിയതാണ് സബ്സം. ഏകദേശം ഒരേ എഫക്റ്റാണ് പറയുന്നത്. കുൽസം, കുല്ല് എന്ന് പറഞ്ഞാൽ എല്ലാം, സബ് എന്ന് പറഞ്ഞാലും എല്ലാം. സമ്മിൽ രണ്ടിലുണ്ട്. മറ്റത് ഹംദർദിന്റേതാണ്, പേര് കേട്ട യുനാനി കമ്പനി. എല്ലാ വീട്ടിലും കരുതി വെക്കേണ്ടതാണ്. അതാ കുൽസം. ദാറ്റ്സ് റൈറ്റ്. അപ്പോ കുൽസം എല്ലാ വീട്ടിലും 10-20 ഉപയോഗം നടക്കുന്ന ഒരു മരുന്നാണത്. അപ്പൊ ഇതൊക്കെ നമ്മളെ ധാരണയാണ്. അത് ഹോമിയോപ്പതി അത് കുട്ടിക്കും മറ്റൊക്കെയുള്ളത്. അപ്പോൾ ഛർദിക്കുന്ന ആളുകൾക്ക് യാത്രക്കൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും നല്ലൊരു മരുന്നാണ് ഹോമിയോപ്പതിയിലെ കോക്കുലസ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കരുതി വെക്കാം കോക്കുലസ്. എല്ലാ വേദനക്കും അത് പറ്റും എന്ന് പറയുന്നില്ല. കടന്നൽ കുത്തിയതിന് പറ്റും എന്ന് ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. വേദനക്ക് വേറെ പല മരുന്നുകളുണ്ട്. വേദനക്കനുസരിച്ച് കടന്നൽ കുത്തിയതിന്റെ പറയുന്നത് ഇമ്മീഡിയറ്റ് റിലീഫാണ്. ഇപ്പൊ നിങ്ങൾ യാത്രക്ക് പോകുമ്പോൾ തലവേദന, ഛർദിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഈ ഹോമിയോപ്പതിയിൽ കോക്കുലസ് എന്ന് പറയുന്ന മരുന്ന്, കോക്കസ് 200 വേണം എഴുതാം. എന്നിട്ടൊരു 3 തുള്ളി അരൗൺസ് വെള്ളത്തിൽ ഒന്ന് കുടിച്ചിട്ട് യാത്ര പുറപ്പെടുന്ന സാധാരണ സ്ഥിതി ഛർദി ഉണ്ടാവില്ല. ഏകദേശം ഇമ്മീഡിയറ്റ് റിഫിൽ ഇതാണ്. തീപ്പൊള്ളലിന് പറ്റും കുൽസം. ഇനി കുറച്ചൊക്കെ നമ്മളിത് പഠിക്കുകയാണെങ്കിൽ നമുക്കെന്താ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇക്കാര്യത്തിൽ നിങ്ങളോട് പറയുന്നത് മഹാത്മാഗാന്ധി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറാവുക. നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറാവുക. പിന്നെ ഇതിനോടൊക്കെ ഓരോരുത്തർക്കും ഓരോ മനോഭാവമാണ്. എല്ലാവർക്കും ഒരേ മനോഭാവമൊന്നുമല്ല. അവനവന്റെ മനോഭാവമാണ് ഓരോരുത്തരുടെ ഉയർച്ചയും താഴ്ചയും ഒക്കെ തീരുമാനിക്കുന്നത്.
ഇപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വിദ്യാഭ്യാസ രംഗത്തെ നമുക്കുള്ളൊരു മാതൃകയാണ് നമ്മളെ ഡോക്ടർ ഹുസൈൻ ചുള്ളിക്കോട്. ഫോർമൽ വിദ്യാഭ്യാസം 5 വരെ 6 വരെ എത്തി, പിന്നെ സ്വന്തം പഠിച്ച് SLC എഴുതി, പിന്നെ പ്രീ ഡിഗ്രി എഴുതി, പിന്നെ BA എഴുതി, പിന്നെ MA എഴുതി, PhD എടുത്തു. ഇംഗ്ലീഷ് സുന്ദരമായി സംസാരിക്കുന്നു, ഉറുദു സുന്ദരമായി സംസാരിക്കുന്നു, അറബി സുന്ദരമായി സംസാരിക്കുന്നു. അതിപ്പോ ഓരോരുത്തരുടെ മനോഭാവമാണ്, എന്താക്കാനാ. നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ കഴിവിന്റെ 10% താഴെ ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കിയുള്ളത് വെറുതെ പാഴാക്കി കളിയാണ്. ഭൂരിഭാഗം ആളുകൾ സമയം പാഴാക്കാണെന്ന് ഹദീസിലും വന്നതല്ലേ. ഹദീസിൽ വന്നതുകൊണ്ട് നമ്മളിപ്പോൾ അത് പരിശോധിക്കുക. ഞാൻ സമയം പാഴാക്കാറുണ്ടോ എന്ന് പരിശോധിച്ചവർ എത്ര പേരുണ്ട്? സമയം പാഴാക്കാത്തവർ എത്ര പേരുണ്ട്? സമയം പാഴാക്കാറുണ്ടോ എന്ന് പരിശോധിച്ചവർ എത്ര പേരുണ്ട്? ഞാൻ നോക്കാറില്ല. അതൊക്കെ തന്നെയാണ് പ്രശ്നമുള്ളത്. ലോകത്ത് അള്ളാന്റെ ഔലിയാക്കന്മാർക്കും കോടീശ്വരന്മാർക്കും ശാസ്ത്രജ്ഞന്മാർക്കും എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂർ തന്നെയാണ്. ഭൂരിഭാഗം ആളുകൾ സമയം പാഴാക്കാണെന്ന് ഹദീസിൽ വന്നതുമാണ്. നമ്മളിതിങ്ങനെ കേൾക്കുന്നത് എന്തിനാണ്? സമയം സുഖകരമായി പോയി കിട്ടാൻ. സമയം സുഖകരമായി പോയി കിട്ടാൻ. സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നത് യാതൊരർത്ഥവുമില്ല. ടൈം മാനേജ്മെന്റ് പഠിക്കണം. സമയം കിട്ടുന്നില്ല എന്ന് പലരും പറയുന്നത് അയാൾ മുൻഗണനാക്രമം തീരുമാനിക്കാത്തത് കൊണ്ടാണ്. ആദ്യം ലക്ഷ്യങ്ങൾ തീരുമാനിക്കണം. ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ മുൻഗണനാക്രമം തീരുമാനിക്കണം. നിങ്ങൾ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ ആർക്കും ഒന്നിനും സമയമില്ല എന്നൊന്നും വെറുതെ പറയാൻ നിൽക്കണ്ട. എനിക്ക് സമയമില്ല എന്ന് പറയും. ആർക്കും സമയമില്ല എന്ന് ആര് പറഞ്ഞു? എല്ലാവരും സമയമില്ല എന്ന് പരാതി അറിയുന്നവരാണോ? CP1 എന്റെ ചോദ്യം ഇതാണ്, എല്ലാവരും എനിക്ക് സമയമില്ല എന്ന് പറയുന്നവരാണോ എന്നാണ് എന്റെ ചോദ്യം. നോ. യെസ്. ഓരോരുത്തരുടെ മാപ്പാണ്. കൂടുതൽ ആൾക്കും ഇപ്പോൾ അങ്ങനെയാണ് പറയൽ. റൈറ്റ്. കൂടുതൽ ആളുകൾ പറയുന്ന പല രീതിയും തെറ്റെന്നല്ലേ. കൂടുതൽ ആളുകൾ പറയുന്നത് എന്താണ്? നമ്മൾ സമൂഹത്തിൽ നിന്നാണ് ഭാഷാ ശൈലി പകർത്തുന്നത്. അത് മനസ്സിലാക്കിക്കോളൂ. നമ്മൾ സമൂഹത്തിൽ നിന്ന് ഭാഷ പകർത്തുന്നു, അതേ ഭാഷ അങ്ങനെ തന്നെ പറയുന്നു. ശരിയല്ലേ? സമൂഹം എന്താണോ പറയുന്നത് ആ ഭാഷകൾ പകർത്തി പറയാണ്. ഇവിടെയാണ് വ്യക്തിത്വ വികസനത്തിൽ നമ്മൾ പറയാറുണ്ട്, മൈൻഡ് യുവർ ലാംഗ്വേജ്, എഡിറ്റ് യുവർ ലാംഗ്വേജ്. വ്യക്തിത്വ വികസനത്തിൽ ഒരു പ്രധാന തത്വമാണ് മൈൻഡ് യുവർ ലാംഗ്വേജ് ആൻഡ് എഡിറ്റ് യുവർ ലാംഗ്വേജ് ആൻഡ് തിങ്ക് ബിഫോർ യു സ്പീക്ക്. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. സുഖത്ത് പറയാന്നുണ്ടാവുള്ളൂ. നമ്മളതെന്താണ്? നമ്മളെ ഭാഷ എഡിറ്റും ചെയ്യൂല, സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കൂല, ഒരു വസ്തുവും ചെയ്യൂല. നോക്കൂ, ടൈം മാനേജ്മെന്റ് വളരെ വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ടൈം മാനേജ്മെന്റ് ഒന്നാമത്തെ തത്വം നിങ്ങളെ ലക്ഷ്യങ്ങളൊക്കെ ഒന്ന് എഴുതുക. ലക്ഷ്യങ്ങൾ എഴുതിയുണ്ടാക്കുക. ഓരോ ദിവസത്തെയും ഒരു പ്രോഗ്രാം എഴുതിയുണ്ടാക്കുക. ലക്ഷ്യം നേടാൻ വേണ്ടി സമയം ചെലവഴിക്കുക. 1. ലക്ഷ്യം നേടാൻ വേണ്ടി സമയം ചെലവഴിക്കുക. 1. 2. മുൻഗണനാക്രമം തീരുമാനിക്കുക. ആദ്യം അതാ ചെയ്യേണ്ടത് തീരുമാനിക്കുക. പെട്ടെന്ന് ദേഷ്യം വരുന്നതിന് ഹോമിയോപ്പതിയിൽ മരുന്നുണ്ടാകുക പറഞ്ഞുതരാം. എന്നെ ഇസ്ലാം പറഞ്ഞാൽ എന്താ വെച്ചാൽ പോയി ഒതെടുക്കാൻ പറഞ്ഞു, നിന്നിട്ടാണ് ദേഷ്യം പിടിക്കുന്നെങ്കിൽ ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നിട്ട് ദേഷ്യം വരികയാണെങ്കിൽ കിടക്കാൻ പറഞ്ഞു. അയ്യോ, സുബ്ഹാനല്ലാഹ് ചൊല്ലുക. അപ്പൊ ഓരോ ദിവസം എന്താണ് ചെയ്തു തീർക്കേണ്ടത് എന്ന് ചിന്തിക്കുക.
ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ. പിന്നെ ഓരോരുത്തരെയും ടൈം വേസ്റ്റേഴ്സ് കണ്ടുപിടിക്കുക. ടൈം വേസ്റ്റേഴ്സ്, വെറുതെ സുറച്ചിരിക്കുക, വെറുതെ ടി വി കണ്ടിരിക്കുക, വേണമെങ്കിൽ ഈ റൂമിൽ കയറി കുത്തിരിക്കുക. അതിനേക്കാളും പ്രധാനപ്പെട്ട വേറെ പല പണിയുണ്ടാവും. ചിലപ്പം ഈ റൂമിൽ കയറി കേൾക്കലായിരിക്കൂല മുൻഗണന ക്രമപ്രകാരം ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യും? അത് കേട്ടുകൊണ്ടിരിക്കും. ഫേസ്ബുക്ക് അതൊന്നാം തരം. ഈ റൈസ് ഹാൻഡിന്റെ അടുത്ത് അതൊരു വിവരത്തിന് വേണ്ടി ചോദിക്കാണ്. ഒരു റെക്റ്റാങ്കിൾ അങ്ങോട്ട് വന്നാൽ പിന്നെ റൈസ് ഹാൻഡ് അടിച്ചിന്റെ മുകളിലേക്ക് വരുന്നതായിട്ട് കാണില്ല. എന്താണാവോ? എനിഹോ ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഏത് രോഗത്തിനും നമ്മൾ ചികിത്സിക്കുമ്പോഴും പാലിക്കേണ്ട ഒരു രീതിയാണ് പറയുന്നത്. ഒന്ന്, നമ്മൾ അസിഡിക് ഫുഡ് മുഴുവൻ കുറക്കുക. ഈവൻ ചോറടക്കം കുറക്കുന്നത് നല്ലതാണ്. പഴവും പച്ചക്കറിയും മാത്രം തിന്നുകയാണെങ്കിൽ അതാണ് രോഗം പെട്ടെന്ന് മാറാൻ ഏറ്റവും നല്ലത്. പിന്നെ ഇതുപോലെ തന്നെ അമിതമായി വയറ് നിറക്കാതിരിക്കലാണ് ശരിക്കും. എന്ത് ഫുഡാണ് നല്ലതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫുഡില് കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, ഫാറ്റ്സ് വേണം, വിറ്റാമിൻസ് വേണം, മിനറൽസ് വേണം, വെള്ളം വേണം. 6 ഐറ്റം. ഈ ഭക്ഷണ വിദ്യാഭ്യാസം ഓരോരുത്തരും പഠിക്കേണ്ട വിദ്യാഭ്യാസമാണ്. കാർബോഹൈഡ്രേറ്റ് അത് കാര്യമായിട്ട് ധാന്യങ്ങളിലാണ് കാണും. പ്രോട്ടീന് ഇറച്ചി മീനിലുണ്ട്, അതുപോലെ തന്നെ നിലക്കടലയിലുണ്ട്. ഫാറ്റ്സ് എണ്ണ നെയ്യിലൊക്കെ ധാരാളമുണ്ട്. പക്ഷെ ഇതൊക്കെ ടൈം മാനേജ്മെന്റ് എത്തി നിൽക്കുകയായിരുന്നു. ഓക്കെ, രണ്ടും കൂടി മിക്സ്. ടൈം മാനേജ്മെന്റ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ടൈം മാനേജ്മെന്റിലേക്ക് വരാൻ സമയമില്ല. അതുപോലെ തന്നെ രോഗമുള്ള സമയത്ത് നമ്മൾ ഭക്ഷണം കഴിയുന്നത് നേരത്തെ, രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കലാണ് നല്ലത്. കാരണം ഭക്ഷണം രോഗം മാറണമെങ്കിൽ നമ്മളെ ശരീരത്തിലെ എനർജി ആവശ്യമായി വരും. അപ്പൊ നമ്മൾ കിടക്കുന്ന നേരത്തെ ഭക്ഷണം കഴിച്ചാലുള്ള എനർജി മുഴുവനും ഭക്ഷണം ദഹിപ്പിക്കാൻ പോകുന്നത് കൊണ്ട് രോഗം മാറ്റാൻ പിന്നെ എനർജിയുടെ കുറവുണ്ടാവും രാത്രി. അപ്പൊ ഏറ്റവും നല്ലത് രോഗമുള്ള ആളുകൾ കഴിയുന്നത്ര നേരത്തെ, ആയുർവേദക്ക സിദ്ധാന്തപ്രകാരം പറയുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കണം എന്നാണ്. അതാണ് ഒന്ന് ചെയ്യാനുള്ളത്. പിന്നെ ആൽക്കലൈൻ ഫുഡ് കൂട്ടുക. ഈ ആൽക്കലൈൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് പച്ചക്കറി, ഇലക്കറി, ഫ്രൂട്ട്സ്, പിന്നെ സ്പൈറുലിന എന്ന് പറയുന്ന ഒന്ന് മെഡിക്കൽ ഇതൊക്കെ കിട്ടുന്നതാണ്. ഇത് ഒരു സൂപ്പർ ഫുഡാണ് സ്പൈറുലിന. പല മെഡിക്കൽ കമ്പനികളും ഇറക്കുന്നുണ്ട്. അത് കഴിക്കാം. ഈ ബഹിരാകാശത്തേക്കൊക്കെ പോകുന്ന ആളുകൾ സ്പൈറുലിനയാണ്. ഇതൊരു ഫുഡ് സപ്ലിമെന്റ് ആണ്, മരുന്നല്ല. ഇതുപോലെ ലെന്റിൽസ് ഓൾസോ ആണ്. അങ്ങനെ ആൽക്കലൈൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരു കുറഞ്ഞ അളവിൽ കഴിച്ചാലും മതിയാവും. ഇതാണ് രോഗം മാറ്റാൻ ഏറ്റവും നല്ലത്. ഇതുപോലെ തന്നെയാണ് ഫാസ്റ്റിംഗ്. പ്രകൃതി ചികിത്സയിലൊക്കെ ഒന്ന് കൊടുക്കുന്നത് അതാണ് ഫാസ്റ്റിംഗ്. ഇപ്പൊ പനിക്ക് പട്ടിണി എന്ന് നമ്മൾ പറയാറുണ്ട്.
ഈ മൊത്തത്തിൽ കഴിക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ ഭക്ഷണം ബാലൻസ്ഡ് ആക്കുക എന്നതാണ് ഇതിലാകെ ചെയ്യാനുള്ളത്. പലപ്പോഴും പറയാറുണ്ട് ക്ലാസ്സിൽ, ഭക്ഷണം നമ്മളുടെ സന്തുലിതമായിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. നമ്മുടെ വ്യക്തിത്വം ബാലൻസ്ഡ് ആയിരിക്കണം, വിദ്യാഭ്യാസം ബാലൻസ്ഡ് ആയിരിക്കണം. നമ്മൾ ഈ മൂന്ന് ബാലൻസ്ഡ് അല്ല. ഭക്ഷണത്തിൽ ഇതാണ് ഞാൻ പറയുന്നത്. അതിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്സ്, വിറ്റാമിൻസ്, മിനറൽസ്, വെള്ളം ഇതുണ്ടായിരിക്കണം. അപ്പം കുറച്ച് ചോറ് ഏതായാലും വേണം. പക്ഷെ അത്ര തന്നെ പഴവും പച്ചക്കറിയും നിത്യഭക്ഷണത്തിൽ ഉൾപ്പെട്ടിരിക്കണം. പഴം നമ്മളൊരു ഹരത്തിനും സുഖത്തിനും വേണ്ടി എപ്പോഴെങ്കിലും വാങ്ങി കഴിക്കലാണ്. അത് പോരാ, കാര്യമായിട്ട് തന്നെ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തേണ്ടതാണ്. സാധാരണക്കാർക്ക് അതൊന്നും അറിയില്ല. എന്തേ അറിയാതെ പോയത്? നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പോരായ്മ. സാധാരണ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തന്നെ അറിയില്ല എന്ന് നിങ്ങൾ പറയുന്നു. അറിയുന്നത് ചെയ്യാൻ നമ്മൾ തയ്യാറുണ്ടോ? ഒരു കാര്യം ചെയ്യാതിരിക്കാനുള്ള കാരണം ഒന്നും അറിയില്ല, രണ്ട് അറിഞ്ഞാൽ എന്നെ നടപ്പിലാക്കാൻ തയ്യാറുമില്ല. അപ്പം വയറിന്റെ 1/3 കാലിയാക്കണം എന്ന് മുസ്ലിമീങ്ങൾക്ക് അറിഞ്ഞൂടെ? അറിഞ്ഞിട്ടാണോ? അല്ലല്ലോ. അമിതമായി ഭക്ഷിക്കരുത് എന്ന അറിവിന്റെ കുറവ് മുസ്ലിങ്ങൾക്ക് മൊത്തത്തിലില്ലല്ലോ. അവിടെയാണ് വിഷയം. അപ്പോൾ ഒന്ന് നമ്മൾ അറിയില്ല എന്ന് പറയും. ഒരു കാര്യം ചെയ്യാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന് അറിയില്ല, രണ്ട് മനസ്സില്ല, ശീലിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരിക്കാൻ. ഏതായാലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇത്രയുമാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ടൈം മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞു വന്നിരുന്നു. ടൈം മാനേജ്മെന്റ് ലക്ഷ്യങ്ങൾ എന്താ എഴുതുക, അതാന്തത്തെ പ്രോഗ്രാം ഉണ്ടാക്കുക. പിന്നെ നമ്മളെ ടൈം വേസ്റ്റേഴ്സ് ഏതാണ്ട് പരിശോധിക്കുക. ടൈം വേസ്റ്റേഴ്സ് എന്നതിന് പറയാം. ഓക്കെ, ശരി. അപ്പൊ ഓരോരുത്തർക്കും ഒരുപാട് ടൈം വേസ്റ്റേഴ്സ് ഉണ്ട്. കണ്ടമാനം സൊറ പറഞ്ഞിരിക്കുക, വെറുതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, ഇതുപോലെയുള്ള പലയാതി, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക, ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, പല വിധത്തിലുള്ള പിന്നെ അനാവശ്യ സംസാരങ്ങൾ, ചിറ്റ്, അതാണ് പല ആളുകളുടെയും രീതി. അപ്പൊ ടൈം വേസ്റ്റേഴ്സ്. ടൈം മാനേജ്മെന്റിലൊക്കെ ധാരാളം പുസ്തകങ്ങൾ വാങ്ങാൻ കിട്ടും. അതൊക്കെ വാങ്ങിക്കണം. പക്ഷെ നമുക്ക് വായന കുറവാണല്ലോ ആളുകൾക്ക്. നമ്മുടെ പ്രവർത്തകന്മാരെന്ന് പറയുന്നവർക്ക് പോലും നല്ല പുസ്തകത്തെ വായനക്കുറവ് വളരെ കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പ്രവർത്തകന്മാരെന്ന് പറയുന്നവർക്ക് പോലും നല്ല പുസ്തക വായന മൊത്തത്തിൽ കുറവാണ്. ടൈം മാനേജ്മെന്റിന്റെ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ വാങ്ങി വായിക്കാവുന്നതാണ്. അപ്പൊ അത് മനസ്സിലാവും. നെറ്റിൽ കയറി നോക്കിയാൽ തന്നെ ഗൂഗിളിൽ ടൈം മാനേജ്മെന്റ് ഉണ്ട്. ഇതുപോലെ തന്നെ യൂട്യൂബിൽ ടൈം മാനേജ്മെന്റ് ഉണ്ട്. ഇസ്ലാമിക് ടൈം മാനേജ്മെന്റ് മിക്കവാറും ഒരു നോമാൻ എന്ന് പറയുന്ന ഒരാള്, അതുപോലെ തന്നെ മുഫ്തി മെങ്ക് എന്ന് പറയുന്ന രണ്ടാളുകളുടെ ഒരുപാട് ഇസ്ലാമിക വിഷയത്തെ പറ്റിയുള്ള യൂട്യൂബിൽ കണ്ടമാനം പ്രസംഗങ്ങളുണ്ട്. പക്ഷെ അവരൊക്കെ ഏത് ആശയക്കാരാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ സബ്ജക്റ്റ് വളരെ ഒരുപാട് വൈവിധ്യമുള്ള സബ്ജക്റ്റുകൾ അവതരിപ്പിക്കുന്നുണ്ട് രണ്ടുപേരും. ഒന്ന് യൂട്യൂബിൽ കയറി മുഫ്തി മെങ്ക് അടിച്ചു നോക്കാം, മറ്റൊന്ന് നോമാൻ അടിച്ചു നോക്കാം. അത് രണ്ടുപേരും ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഏതായാലും തൽക്കാലം ഞാനൊന്ന് ക്ലാസ് നിർത്തുകയാണ്. നമുക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റ് 4 മണിക്ക് തുടങ്ങാം. വേണമെങ്കിൽ 3:30 ഇപ്പൊ എപ്പോഴാണ് 3:30 4 4:30 എപ്പോഴാണ് തുടങ്ങേണ്ടിയെന്ന് പറയാം. അത് ഞാനിപ്പോ തൽക്കാലം ഒന്ന് നിർത്തുകയാണ്. ഞാൻ തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. എപ്പോഴാണ് ഇത് തുടങ്ങേണ്ടത് എന്ന് പറയാം. 3:30. Now it is 3 o'clock. 3:30, 4, 4:30 എപ്പോഴാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇസ്ലാമിക് പേഴ്സണാലിറ്റി
ഡെവലപ്മെന്റിന്റെ ഭാഗം എന്ന നിലക്ക് ഇസ്ലാമിക് പേഴ്സണാലിറ്റി ടെസ്റ്റ് നമുക്ക് തുടങ്ങാൻ ടൈം ഒന്ന് പറയാം, മൈക്ക് റിലീസ് ചെയ്യണം. ശരിക്കും ഇത് നിർദ്ദേശിക്കുന്നത്, ഞാനപ്പോൾ അത് രണ്ടും കൂടി ആക്കിയതാണ്. സൈക്കോളജിസ്റ്റുകൾ നിർദ്ദേശിക്കുന്നത്, ഒരു വിഭാഗം സൈക്കോളജിസ്റ്റുകളുണ്ട്, അവർ ശാരീരിക രോഗങ്ങളടക്കം മനസ്സുകൊണ്ട് മാറ്റാമെന്ന് പറയുന്നവരാണ്. ഉദാഹരണത്തിന് ഹീലിയോർ ബോഡി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ലൂയി ഹെ, വേണേ നെറ്റിൽ നിന്ന് കടിച്ചു നോക്കിയാൽ കാണാം. ഹീലിയോർ ബോഡി വളരെ വ്യത്യസ്തമാണ്. അവർ പറയുന്നത് എല്ലാ ശാരീരിക രോഗങ്ങൾക്കും ഒരു മാനസികമായ കാരണമുണ്ട് എന്നാണ്. അപ്പോൾ മനസ്സിനെ ചികിത്സിച്ചുകൊണ്ട് തന്നെ പല ശാരീരിക രോഗങ്ങളും മാറ്റാവുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ പ്രകൃതി ചികിത്സാരികളിൽപ്പെട്ട വിഭാഗമാണ് കാര്യമായിട്ട് ന്യൂട്രീഷൻ തെറാപ്പി പറയുന്നത്. പോഷകങ്ങൾ ശരീരത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ രോഗങ്ങൾ മാറ്റിയെടുക്കാമെന്ന്. അപ്പൊ ഇതിനെപ്പറ്റിയും പഠനം നടത്തി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്യലാണ് ഏറ്റവും നല്ലതാണ് എന്ന് തോന്നുന്നു. ഒന്ന് ന്യൂട്രീഷൻ നടക്കണം, അതോടൊപ്പം തന്നെ മനസ്സിനെ ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് ഞാനതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് സൈക്കോ ന്യൂട്രീഷൻ തെറാപ്പി എന്നാണ്. ഉദാഹരണത്തിന് നമ്മൾ രോഗം ഉണ്ടാവാനുള്ള കാരണം ശരീരത്തിൽ കടന്നുകൂടുന്ന ടോക്സിൻസ് ആണ്, വിഷങ്ങളാണ് ആണ് പ്രബലമായ സിദ്ധാന്തം നിലനിൽക്കുന്നത്. അത് പുറത്തേക്ക് കളയാനുള്ള ഒരു മാർഗം കൂടിയാണ് നമ്മുടെ ഈ പഴം, പച്ചക്കറി, പോഷകങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നതോടുകൂടി ശരീരത്തിലെ വിഷങ്ങൾ പുറത്തേക്ക് കടക്കും. ഇപ്പൊ ശരീരത്തിൽ വിഷങ്ങൾ പുറത്തേക്ക് പോകുന്നതോടുകൂടി രോഗം മാറുകയും ചെയ്യും. പക്ഷെ അതോടൊപ്പം രോഗം മാറ്റുന്നതിൽ മനസ്സിന് വലിയൊരു പങ്കുണ്ട്. ഇപ്പം ഈ മരുന്ന് ഫലിക്കോ, ഇതുകൊണ്ട് ഫലിക്കോ എന്ന തോന്നലുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും എന്താവൂല, രോഗം ഫലിക്കില്ല. ഒന്ന്, ചിലപ്പം ഈ രോഗം ഉണ്ടാക്കിയിരിക്കുന്നത് മാനസികമായ കാരണങ്ങളായിരിക്കാം. ഇപ്പം വെറുപ്പ്, ദേഷ്യം, അഹങ്കാരം, അസൂയ, ഇത്തരം കാരണങ്ങളാലും ശാരീരിക രോഗങ്ങളുണ്ടാവും. അങ്ങനെ ശാരീരിക രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം ചിന്ത മനസ്സിന്ന് എടുത്തു കളയേണ്ടതായി വരും. അങ്ങനെ അപ്പൊ അതുകൂടി രണ്ടുകൂടി ആകുമ്പോൾ വളരെ നല്ല റിസൾട്ട് വരും എന്ന് നമ്മൾ ഇപ്പൊ ഉദാഹരണം രോഗം ഉണ്ടാവാനുള്ള കാരണം ഒന്ന് പോഷകാഹാരക്കുറവാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, മനസ്സുകൊണ്ട് മാത്രം പോഷകാഹാരക്കുറവ് മൂലമുള്ള ഒരു രോഗത്തെ മനസ്സുകൊണ്ട് മാത്രം എങ്ങനെ മാറ്റാൻ കഴിയും എന്നൊരു ചോദ്യം അവിടെ വരും. അതുകൊണ്ടാണ് പറയുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്യലാണ് നല്ലത്. പോഷകം കൊടുക്കുക, പോഷകം കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ മനസ്സിനെയും കൂടി ചെയ്യുക. സാധാരണ സൈക്കോളജിയിൽ കൂടി കുറെ കൂടി താല്പര്യമുള്ള ആളുകളായിരിക്കും ഇതിൽ ചെയ്യുന്നത്. ഇവിടെ ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് 1-2 ക്ലാസ് കൊണ്ട്, ഇപ്പൊ സൈക്കോ ന്യൂട്രീഷൻ തെറാപ്പി എനിക്കൊരു ക്ലാസ് ഉണ്ട്, ജസ്റ്റ് ഒരൊറ്റ ദിവസം കൊണ്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അത് ആർക്കും പഠിക്കാം. ഇതൊക്കെ ഒരു പഠിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ധരിച്ചത് കൊണ്ട് പറ്റിയ ഒരു വലിയ അബദ്ധമാണ്. കാരണം നമ്മൾക്കൊക്കെ മുൻവിധി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മളെല്ലാവരും മുൻവിധിയുടെ രാജാക്കന്മാരാണ്. ഞാൻ ഒരു അനുഭവം പറയാം. ഞാനൊരിക്കൽ തൃശ്ശൂരിൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് നടത്തി. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് നടത്തി കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ഹോമിയോ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നു, സാറേ ക്ലാസ് എനിക്ക് വളരെ ഉപകരിച്ചു, എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ല എന്നുള്ളത്. ഒരു ഗവൺമെന്റ് ഹോമിയോ ഡോക്ടർ. അങ്ങനെ അവർക്ക് ടെൻഷൻ കൺട്രോൾ എനിക്കൊരു വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, മനഃശാസ്ത്രത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു മെഡിക്കൽ സിസ്റ്റമാണ് ഹോമിയോപ്പതി, അതുകൊണ്ട് സാർ ഹോമിയോപ്പതി ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഹോമിയോപ്പതി ഇപ്പൊ പഠിക്കണേ ഫിസിയോളജി, അനോട്ടമി, ഫാർമക്കോളജി, പാത്തോളജി ഇതൊക്കെ പഠിച്ചുണ്ടാക്കേണ്ട 5 കൊല്ലത്തെ കോഴ്സാണ് BHMS എന്ന് പറയുന്ന സാധനം. അതൊന്നും ഇപ്പം നടക്കുന്ന കാര്യമല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് ഈ ഡോക്ടർ പറഞ്ഞു, ഒരു ഹോമിയോ മരുന്ന് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് സാറെ 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു. എങ്ങനെ ഇപ്പത് 5 കൊല്ലത്തൊരു കോഴ്സ്, ഹോമിയോപ്പതി കോഴ്സ് 1/2 മണിക്കൂർ കൊണ്ട് മരുന്നെടുക്കുന്ന എങ്ങനെ ഇപ്പത് പഠിക്കാം എന്നായിരുന്നു എന്റെ ധാരണ. എന്നായതായാലും അവരെനിക്ക് ആ മരുന്നെടുക്കുന്ന ഒരു 1/2 മണിക്കൂർ കൊണ്ട് പറഞ്ഞുതരാൻ പറ്റുന്ന രീതിയിൽ അതെനിക്ക് പറഞ്ഞു തന്നു. എനിക്ക് ഒരു ഹോമിയോപ്പതിയുടെ പുസ്തകവും തന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വളരെ പെട്ടെന്ന്
പഠിക്കാൻ പറ്റും. പക്ഷേ ഇതെന്താ ഉള്ള സംഭവം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിഗ്രി ഉള്ളവരും അല്ലാത്തവരും തമ്മിലുള്ള ഒരു പ്രശ്നം ഇവിടെ വരും. ഈ ഡിഗ്രി ഉള്ള ആളുകളൊക്കെ ആഗ്രഹം ഡിഗ്രി ഇല്ലാത്ത ഒരൊറ്റ കുട്ടിയും സ്വന്തം തന്നെ മരുന്ന് കഴിക്കരുത് എന്നാണ്. കാരണം അത് ലോകത്ത് താല്പര്യമാണല്ലോ എല്ലാവർക്കും വലിയത്. ഇപ്പൊ മഹാത്മാഗാന്ധി പറയും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറാവുക എന്നാരെങ്കിലും ഡോക്ടർമാരെ സമ്മതിക്കൂല. അതിനൊക്കെ പുറമെ നമ്മൾ മുറിവൈദ്യന്മാരാളെ കൊല്ലുന്നൊരു വാക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേ സ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കൊല നടക്കുന്നത് മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന രംഗത്താണ്. എത്രയോ ആളുകൾ മരിക്കുന്നു. ഇപ്പൊ പോളിയോ കുത്തിവെച്ചു മരിച്ചു, നമ്മൾ കേൾക്കുന്നു. വേറെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു മരിക്കുന്നു, നമ്മൾ കേട്ടു. സാധാരണ കേൾക്കുന്നതാണിത്. അതേ സ്ഥാനത്ത് ആയുർവേദ മരുന്ന് കഴിച്ചു ആരും മരിച്ചു എന്ന് കേൾക്കാറില്ല. യുനാനി മരുന്ന് കഴിച്ചു മരിച്ചു എന്ന് കേൾക്കാറില്ല. പോളിയോ കുത്തിവെച്ച് ഉടനെ കുഴഞ്ഞു വീണ് മരിച്ചു, ഇഞ്ചക്ഷൻ അടിച്ച് കുഴഞ്ഞു വീണ് മരിച്ചു കേൾക്കുന്നു. ഞാൻ അതിനെ കുറ്റം പറയാല. എനിഹോ അപ്പോ ഇവര് അരമണിക്കൂർ കൊണ്ട് ഇങ്ങനെ ഹോമിയോ മരുന്ന് എടുക്കാം. അതിപ്പോ പറയുമ്പോ ചില ആളുകൾക്ക് അത് ഇഷ്ടാവൂല. കാരണം മറ്റുള്ള ആളുകൾ ഒരു രീതിയിലേക്ക് കടന്നു വരുന്നത് മറ്റാളുകൾക്ക് ഒരു ലോകത്ത് ഏറ്റവും വലിയ താല്പര്യമാണല്ലോ. ഞാൻ തമാശക്കാണെങ്കിലും പറയാറുണ്ട്, ഈ വക്കീലന്മാരാഗ്രഹം എന്താ ലോകത്ത് ഒരുപാട് കുറ്റകൃത്യം ഉണ്ടാവണമെന്നാ. കുറ്റകൃത്യം ഇല്ലെങ്കിൽ വക്കീൽമാർക്ക് നിലനിൽക്കാൻ കഴിയൂല. അല്ല, ഏത് ഡോക്ടർമാർ കേൾക്കുന്നതിനും വിരോധമൊന്നുമില്ല. കാരണം ലോകത്ത് ഒരു മനഃശാസ്ത്രം ഉണ്ട്, ഓരോരുത്തർക്കും വലിയത് അവനവന്റെ. ഞാൻ നിങ്ങൾക്കറിയുമോ, ഈ ആയുർവേദ ഡോക്ടർമാരെ സർജറി പഠിക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചു പഠിപ്പിക്കാൻ. അന്ന് നിങ്ങൾക്കറിയോ ഇംഗ്ലീഷ് ഡോക്ടർമാർ അതിന് പ്രതിഷേധിച്ച് പ്രകടനം നടത്തിയിട്ടുണ്ട് കേരളത്തിൽ. അതായത് ആയുർവേദക്കാരോ അല്ലേ ഹോമിയോപ്പതിക്കാരെയോ സർജറി പഠിപ്പിക്കാൻ പാടില്ല എന്ന് അലോപ്പതിക്കാരൻ പറയുന്നുണ്ട്. അത് അവരെ മാത്രം ആവേണ്ടതാണോ? ആയുർവേദക്കാരനോ ഹോമിയോപ്പതിക്കാരനോ സർജറി പഠിച്ചാൽ മറ്റവനെന്താ അവന്റെ കേസ് പറയുന്നുള്ള പേടി. അത്രേ ഉള്ളൂ. അത് വ്യാഖ്യാനിക്കാൻ പ്രയാസമൊന്നുമില്ല. അതിപ്പോ അതവിടെ നിൽക്കട്ടെ. ഇപ്പോ ഒരാള് ഒരു മെഡിക്കൽ ഷോപ്പ് ഇട്ടു, അതിന്റെ തൊട്ടടുത്തൊരു മെഡിക്കൽ ഷോപ്പ് വരുന്നത് മറ്റേയാൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അയാളെ കച്ചവടത്തെ പ്രതികൂലമായി ബാധിക്കൂലേ? ഇനി നമ്മളിതൊക്കെ പറഞ്ഞാലും ആളുകള് രോഗം ഉണ്ടാവുന്ന കോലത്തിലേ ജീവിക്കുള്ളൂ. മെഡിക്കൽ സയൻസ് വളരാണ്, അതിലും ശക്തിയിലാണ് രോഗം വളരുന്നത്. ഇത് നിഷേധിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. മെഡിക്കൽ സയൻസിനേക്കാളും ശക്തിയിലാണ് രോഗം വളരുന്നത്. അല്ല, അത് അത്രയേ ഉള്ളൂ. പിന്നെ തത്വവും താല്പര്യവും തമ്മിൽ വിരുദ്ധം വന്നാൽ മൊത്തത്തിൽ പൊതുവിൽ ആളുകൾ മുൻതൂക്കം കൊടുക്കുന്നത് താല്പര്യത്തിനായിരിക്കും. യെസ്, യാതൊരു അഭിപ്രായ വ്യത്യാസം കാണണ്ട. ഞാൻ വേണപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞല്ലേ നിങ്ങൾക്ക്. ഇപ്പൊ കേരളത്തിൽ പുതിയ ലോക്സഭാ ഇലക്ഷൻ വരാൻ പോവാണ്. എന്നോട് ഒരാൾ ചോദിച്ചു എന്താ നമ്മളെ നയം എന്ന്. നിങ്ങൾ പറയും എന്തായിരിക്കും നമ്മളെ നയം? ചില മണ്ഡലത്തിൽ നമ്മളെ ചില സ്ഥാപനങ്ങളെയോ നേതാക്കന്മാരെയോ സഹായിച്ച ചില MP-മാരുണ്ടെങ്കിൽ അവരെ താല്പര്യം എന്തായിരിക്കും? കണ്ടോ, CPM നടിച്ചിരിക്കുന്നു. എല്ലായിടത്തൊന്നും CPM നടക്കൂല. രണ്ടും ഉണ്ട്. കഴിഞ്ഞ ഇലക്ഷനിലോ നടന്നിട്ടില്ല, നമുക്കറിയാം. കണ്ണൂരിലെ ചില മണ്ഡലത്തിലേക്കൊന്നും UDF നന്ദി തന്ന പ്രവർത്തകന്മാരോട് തല്ലിട്ടും. യെസ്, അന്തേ കേരളത്തിലെ എല്ലാ നമ്മുടെ പ്രവർത്തകന്മാർക്കും ഒരു കക്ഷിക്ക് വോട്ട് ചെയ്യണമെന്നൊരേ അഭിപ്രായം ഇല്ലാതായിപ്പോയി. അത് ആ പ്രദേശത്ത് ചിലപ്പം ഒരു MLA ഒരു MP-യോ ഒരു പക്ഷേ അവരുടെ സ്ഥാപനത്തെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് ഒരു നയം അവിടെയുള്ള ലോക്കൽ നേതാവ് എടുക്കേണ്ടി വരും. അതിനൊന്നും ഇപ്പൊ അത്ഭുതമുള്ളൊന്നുമില്ല. നമ്മെ സഹായിക്കുന്നവരെ സഹായിക്കുന്ന ആരാണ് നമ്മള്? അതൊക്കെ വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്റെ നാട്ടിൽ എന്നെ ഒരു രാഷ്ട്രീയക്കാരൻ സഹായിച്ചിരിക്കും, പിന്നെ തിരുവനന്തപുരത്ത് വേറൊരാൾ സഹായിച്ചിരിക്കും. അവിടെ രണ്ടു കൂട്ടർ സുന്നിയുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്തൊരു സുന്നിയുണ്ട്, പിന്നെ മൊക്കത്തൊരു സുന്നിയുണ്ട്. മൊക്കത്തെ സുന്നിയെ സഹായിച്ചത് UDF-കാരനാണ്, തിരുവനന്തപുരത്തെ സുന്നിയെ സഹായിച്ചത് LDF-കാരനാണ്. എന്ത് ചെയ്യും? യെസ്, എന്തേ? ഞാൻ സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ്, തത്വവും താല്പര്യവും തമ്മിൽ വിരുദ്ധം വന്നാൽ പൊതുവിൽ ആളുകൾ, പൊതുവിൽ ഞാൻ പറയുമ്പോൾ ഒറ്റപ്പെട്ട ആളുകൾ അതിന് ഒഴിവുണ്ട് എന്നർത്ഥം.
പൊതുവിൽ. ഇപ്പൊ ഇക്കൊല്ലത്തെ ഈ വരാൻ പോകുന്ന വഖഫ് ബോർഡിൽ നമ്മുടെ ഒരു പ്രതിനിധി പോലുമില്ല. ഒരു പ്രതിനിധി പോലുമില്ല. എന്തായിരിക്കണം നയങ്ങൾ പറയും? നമ്മുടെ സുന്നിയുടെ ഒരു പ്രതിനിധി പോലും പുതിയ വഖഫ് ബോർഡിൽ ഇല്ലാതിരിക്കാൻ എന്താ കാരണം? ആരാണ് ഉത്തരവാദി? മനസ്സാക്ഷിക്ക് വിടുക. ഓക്കെ, ഫൈൻ. ഒരേ പാർട്ടി തന്നെ. ഇപ്പൊ ഞാൻ പറയുന്നത് മൊത്തത്തിൽ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം തത്വവും താല്പര്യം തമ്മിൽ വിരുദ്ധം വന്നാൽ പല ആളുകളും മുൻതൂക്കം കൊടുക്കുന്നത് താല്പര്യത്തിനാണ്, തത്വത്തിനല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ വരുമ്പം കുറെ രോഗികൾ നിങ്ങളെയും ചിരി വെച്ചത് രോഗിയായി വന്ന് ഡോക്ടറായി മടങ്ങുക എന്നാണ്. രോഗിയായി വന്ന് ഡോക്ടറായി മടങ്ങുക. അങ്ങനത്തെ നോട്ടീസ് നിങ്ങൾ ഏതെങ്കിലും ആശുപത്രി കണ്ടിടണം? രോഗിയായി വന്ന് ഡോക്ടറായി മടങ്ങുക എന്ന്. എനിക്കറിയാം, മുക്കത്തുണ്ട് ഒരു പകുതി ആശുപത്രി. അവിടെ എന്നും വൈകുന്നേരം ആരോഗ്യ ക്ലാസ്സാണ്. രോഗത്തിന് ചികിത്സിക്കാൻ വന്ന ആളെ ചികിത്സിച്ച് വിട്ടാൽ പോരാ അവിടുന്ന്. എന്തുകൊണ്ടാണ് രോഗം വരുന്നത്? ഇപ്പൊ നിങ്ങൾ രോഗമായിട്ട് ഏതായാലും വന്നു, ഇനി നിങ്ങൾക്ക് രോഗം വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ക്ലാസ് കൊടുക്കുന്നത്. ഒരുപക്ഷെ ആളുകളെ രോഗത്തുനിന്ന് രക്ഷിക്കണം, രോഗം വരാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിഭാഗം ചികിത്സാരികൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പകുതി ചികിത്സാരികളാണ്. അവർ തന്നെ ചികിത്സയേക്കാൾ കൂടുതൽ പ്രചരിപ്പിക്കുന്നത് പ്രകൃതി ജീവനമാണ്. പലർക്കും പ്രകൃതി ജീവനത്തോട് വെറുപ്പാണ്. അത് ഒരുപാട് പോയി അവിടെ കിടക്കേണ്ടി വരും, പട്ടിണിടലാണ്. മുൻവിധി എന്ന് പറയുന്ന ഒന്നുണ്ട് എല്ലാവരും മനസ്സിലാക്കുക. അതായത് കാര്യങ്ങൾ പഠിക്കാതെ ധാരണയിലെത്തുക, അതാണ് മുൻവിധി. ഇതൊന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഞാനും നിങ്ങളൊന്നും രക്ഷപ്പെടില്ല. കാരണം പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടില്ല, വേണ്ടത്ര പഠിച്ചിട്ടില്ല. പഠിക്കാത്തതിനെ പറ്റിയൊക്കെ നമുക്ക് ധാരണയുണ്ട്. താനും ഉണ്ടല്ലേ? പഠിക്കാത്തതിനെ പറ്റി പഠിക്കുകയും അല്പം പഠിച്ചതിനെ പറ്റിയും ഒക്കെ നമുക്ക് എല്ലാവർക്കും ധാരണയുണ്ട്. ശരിയല്ലേ? അല്ല, എല്ലാം ബിസിനസ്സും അല്ലേ? ഈ എല്ലാം ബിസിനസ് അല്ല. ബിസിനസ് ഉള്ളതുകൊണ്ട് ബിസിനസ് അല്ലാത്തതുകൊണ്ട്. എല്ലാം ബിസിനസ്സും അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, ബിസിനസിന്റെ അർത്ഥം എന്താ? ഞാൻ ബിസിനസ് ഒന്ന് ചർച്ച ചെയ്ത് നോക്കും. നമ്മള് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച നിർവചനം, ബിസിനസ് പറഞ്ഞാൽ കച്ചവടം. അതതിന്റെ ഭാഷാർത്ഥാണ്, അതിന്റെ സാങ്കേതിക അർത്ഥം പറയും. നമ്മൾ കിതാബോജിയിൽ പറയല്ലോ, ലോകത്തൻ വസ്തിരാഹൻ, ലിറ്ററൽ മീനിങ് ആൻഡ് ടെക്നിക്കൽ മീനിങ്. മുതലൊരുക്കി ലാഭമുണ്ടാക്കുക. ഓക്കെ, ഞാൻ പറയാം. ആവശ്യങ്ങളുടെ കൈമാറ്റമാണ് കച്ചവടം എന്ന് പറയുന്നത്. ആവശ്യങ്ങളുടെ കൈമാറ്റം. കൊള്ളക്കൊടുക്കുക നമ്മൾ പറയുന്നുണ്ട്. കൊള്ളുകയും കൊടുക്കുകയും ചെയ്യുക. ഒരാൾ അയാൾ ആവശ്യം വാങ്ങുന്നു, അതിന് പകരം അയാൾ അങ്ങോട്ടെന്തോന്ന് കൊടുക്കുന്നു. ഇപ്പൊ നമ്മളൊരു തുണിക്കടയിൽ കയറി ഒരു തുണി വാങ്ങുന്നു. തുണി നമ്മുടെ ആവശ്യമാണ്, പണം അയാളുടെ ആവശ്യമാണ്. ശരിയാണോ? ആവശ്യങ്ങളുടെ കൈമാറ്റം. ഇനി ഞാൻ തിരിച്ചൊന്ന് ചോദിക്കാം. നമ്മള് ഇപ്പൊ ഒരുപാട് വാല് പരമ്പര നടത്തുന്നുണ്ടല്ലോ. ഈ വാല് പറയുന്ന ആളുടെ ലക്ഷ്യം എന്താ? നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. ഞാൻ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. വാല് പറയുന്ന ആളുടെ ലക്ഷ്യം, അയാളുടെ ആവശ്യം എന്താ? ആവശ്യങ്ങളാണ് മനുഷ്യനെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതൊരു മനഃശാസ്ത്ര സിദ്ധാന്തമാണ്. ഈമാൻ ഉറപ്പിക്കാൻ ദഅവ. ഇനി എന്റെ ചോദ്യം, എത്ര ആള് പണം വാങ്ങാതെ ഈ വലിയ വലിയ വേല നടത്താറുണ്ട്? ഞാൻ ചോദിക്കുന്നുള്ള എന്റെ അടുത്ത് സ്ഥിര കണക്കൊന്നുമില്ല.
നോ വൺ, നോ വൺ. യെസ്, ചുരുക്കം. ഇതായിരിക്കും ശരി. ദഅവ മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ദഅവ തേടി പോയാൽ പോരെ. ചോദിച്ചു വാങ്ങുന്നവർ കുറവ്. ഓറൈറ്റ്, മതി. ചോദിച്ചു വാങ്ങുന്നവരെ വിവാദം നടന്നിരുന്നല്ലോ കേരളത്തില്. ഓക്കെ, ബൈലക്സിലെ ഉസ്താദുമാർ അഗ്രീഡ്, 100% സംഭവിച്ചു. 100% സംഭവിച്ചു. പക്ഷേ ഉണ്ടല്ലോ, ഇവിടെയാണ് ഈ പൊതുവൽക്കരണത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. NLP സൈക്കോളജിയിലാണ് ഇത് പറയുന്നത്. നമ്മൾ മുഴുവൻ ആളുകളെന്ന് പറയണോ, ഭൂരിപക്ഷം എന്ന് പറയണോ, പലരും എന്ന് പറയണോ, ചിലരെന്ന് പറയണോ, ആരുമില്ല എന്ന് പറയണോ, അഞ്ചിലേതാ വേണ്ടതെന്ന് തീരുമാനിക്കാം. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധാണിത്. ഞാൻ ആരുമില്ല എന്ന് പറഞ്ഞില്ല കേട്ടോ. അഞ്ചിലേതാണ് പറയേണ്ടത്? എല്ലാവരും റയർലി, അപൂർവമായി. നിങ്ങൾ വാക്ക് വന്നിരിക്കുന്നത് പലപ്പോഴും ഇവിടെ നമ്മൾ ഫോളോ ചെയ്യും, കൃത്യമായിട്ട് പറയില്ല. ചിലർ, ഭൂരിഭാഗവും നമ്മൾ പറയുന്നത് രാഷ്ട്രീയക്കാരെല്ലാം അഴിമതിക്കാരാണ്, രാഷ്ട്രീയക്കാരെല്ലാം അഴിമതിക്കാരാണ്. ശരിയാണോ? ഇനിയിപ്പോ എന്റെ അവസ്ഥ ചോദിച്ചിരുന്നു, തന്നാ വാങ്ങും, ദാറ്റ്സ് ഓൾ. ഇല്ലേ പോലും. ഞാൻ പറഞ്ഞു വന്നത്, കച്ചവടമെന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളുടെ കൈമാറ്റമാണ് എന്നാണ്. ആവശ്യങ്ങളുടെ കൈമാറ്റം, ആവശ്യങ്ങളുടെ കൈമാറ്റം. ആവശ്യങ്ങൾ മനുഷ്യനാകെ ഉള്ളത് ആവശ്യങ്ങളാണ്. ചിലർ, പലർ, നോവൺ. ആളെന്നും പറയാം, എല്ലാവരും പറയാം. ഇതിൽ ഏതാണ് എന്നത് ഒന്ന് കൃത്യമായിട്ട്, ചിലത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ അടുത്ത് സ്ഥിരക്കണക്കുണ്ടാവില്ല. സ്ഥിരക്കണക്കില്ലാതെ പിന്നെ നമ്മൾ പറയുന്നത് വെറും അഭിപ്രായമായിരിക്കും. അഭിപ്രായങ്ങൾ വസ്തുതകളായിക്കൊള്ളണം എന്നില്ല. അഭിപ്രായം വസ്തുതകളായിക്കൊള്ളണം എന്നില്ല. ആവാം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നോക്കൂ, നമ്മൾ ഇബാദത്തിന്റെ കാര്യം എടുക്കാം. നമുക്ക് സ്വർഗം വേണം. സ്വർഗം കിട്ടണമെങ്കിൽ അള്ളാഹ്ക്ക് എന്ത് കൊടുക്കണം? ഒന്നടിച്ചാട്ടെ. നമുക്ക് സ്വർഗം കിട്ടണേ അള്ളാഹ്ക്ക് എന്ത് കൊടുക്കണം? വെറുതെ കിട്ടോ? കണ്ടോ, ഇബാദത്ത്. ഇബാദത്ത് അങ്ങോട്ട് കൊടുത്തെങ്കിലേ സ്വർഗം അങ്ങോട്ട് കിട്ടുള്ളൂ. യെസ്, തഖ്വ. ഓക്കെ, തഖ്വ ഇബാദത്തുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. തഖ്വക്ക് തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഖുർആനിൽ തന്നെ തഖ്വ എന്നുള്ള വാക്കെടുത്ത് നോക്കിയാൽ വിവിധ അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം. കുറച്ചുകൂടി എളുപ്പമുള്ള വാക്കാണ് ഇബാദത്ത്. അപ്പൊ ഇബാദത്ത് അള്ളാഹ് കാട് കൊടുത്തെങ്കിലേ അള്ളാഹ് സ്വർഗം അങ്ങോട്ട് തരുള്ളൂ. ലോകത്ത് നടക്കുന്നത് കൈമാറ്റങ്ങളാണ്, ആവശ്യങ്ങളുടെ കൈമാറ്റം. അതേ സ്ഥാനത്ത് ആവശ്യങ്ങളുടെ കൈമാറ്റം ഇല്ലാതെ ഇപ്പൊ ഇബാദത്ത് എന്ന് പറയുമ്പോഴും അവിടെയും ഒരാവശ്യമുണ്ട്. ഇപ്പോ ഒരാള് സദഖ ചെയ്യുന്നു. സദഖ ചെയ്യുന്നത് എന്തിനാ? മറ്റേ ആള് പണം ആവശ്യമുള്ള ഒരാൾക്കാണ് നമ്മൾ സദഖ കൊടുക്കുന്നത്. കൊടുക്കുന്ന ആള് കൊടുക്കുന്നത് എന്തിനാ? കൊടുക്കുന്നത് അയാൾക്ക് ഇബാദത്താകാൻ വേണ്ടിയിട്ടാണ്. റിയാലിന് വേണ്ടി കൊടുക്കുന്നവരും ഉണ്ടായേക്കാം. ശരിയല്ലേ? ശരിയാണോ അല്ലേ? എന്തായാലും ഒന്നും അടിക്കാത്ത? നിങ്ങൾക്ക് അഭിപ്രായം അടിക്കാം. അള്ളാഹുവിന് നമ്മുടെ ഇബാദത്തിന് വരാൻ ആവശ്യമില്ല. പക്ഷെ ഇബാദത്ത് ചെയ്യുന്നവർക്ക് അല്ലാഹു തആല വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ,
അള്ളാഹ് നമ്മളോട് ഇബാദത്ത് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ഇബാദത്തിന് ഒരാവശ്യം അള്ളാഹു തആലാക്കില്ല. പക്ഷെ സ്വർഗ്ഗം അള്ളാഹു തആല ആർക്കാ കൊടുക്കുക? നമുക്ക് സ്വർഗം വേണോ? ഇബാദത്ത് ചെയ്യേണ്ടി വരും. അള്ളാഹു തആലാക്ക് പിന്നെ ഇബാദത്ത് ചെയ്യാത്തവർക്ക് സ്വർഗം കൊടുക്കണം. അത് ബിസിനസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ബിസിനസ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോ എല്ലാ കാര്യത്തിലും എല്ലാ സിഫത്തും ഒക്കൂല. ഏതായാലും നമുക്ക് സ്വർഗം വേണോ വേണ്ടേ? സ്വർഗത്തിന്റെ ആവശ്യമുണ്ടോ അല്ലേ? സ്വർഗത്തിന്റെ ആവശ്യമുണ്ടോ അല്ലേ? വേണം. സ്വർഗം അല്ലാഹു തആല വെറുതെ തരുമോ? വെറുതെ തരും. ഇബാദത്തില്ലാതെ അല്ലാഹു തആല സ്വർഗം തരുമോ? ഏതായാലും ചിന്തിക്കാം. ഞാനിപ്പോ ഒരു ചെറിയ ചിന്ത ഇങ്ങനെ പറഞ്ഞതാണ്. ഇബാദത്തിന്റെ ചിതൽ അള്ളാഹിന്റെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യം. ഓക്കെ, അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടിട്ട് നമ്മൾ അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. ഏതായാലും അള്ളാഹിന്റെ ഇഷ്ടം പോലെ ഉണ്ടാവും. എന്നാലും ഇപ്പൊ നമ്മൾ പഠിച്ചു വെച്ച ഇപ്പൊ എന്താണ്? അല്ലാഹു തആല നമ്മളെ പടച്ചിരിക്കുന്നത് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാൻ വെറുതെ ഒരു ചിന്ത ഇട്ടുവെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ചിന്തയോടും എല്ലാവരും യോജിച്ചോളണം എന്നൊന്നുമില്ല. 40 കൊല്ലം ഇബാദത്ത് എടുത്ത ഒരാളെ നരകത്തിൽ ഇട്ട ഹദീസുണ്ട്. 40 കൊല്ലം അത് പഠിച്ചാൽ നിങ്ങൾ ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ. നമ്മൾ 40 കൊല്ലം ഇബാദത്ത് ചെയ്ത ആളെ അല്ലാഹു തആല എന്തിനെ നരകത്തിൽ ഇട്ടത് എന്നൊന്ന് പഠിക്കേണ്ടതാണ്. അത് ചോദിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയുന്നത് എന്റെ വിവരമൊക്കെ ഇടുക. നമ്മളെല്ലാവരിടത്തും വിവരമുണ്ട്, വിവരക്കേടുണ്ട്. തഖ്വ വേണം. ഓക്കെ, ഏതായാലും ഇബാദത്തിന് ഒരു ഷർത്തുണ്ട്. അതിന് ഇഖ്ലാസ് വേണം എന്നൊരു ഷർത്തുണ്ട്. ഇഖ്ലാസ് ഇല്ലാത്തതൊന്നും അല്ലാഹു സ്വീകരിക്കില്ല. ഇഖ്ലാസ് ഇല്ലാത്ത ഇബാദത്ത് ചെയ്യൽ കുറ്റാണ്. ഇബാദത്തിൽ അയാൾ അഹങ്കരിച്ചത് കൊണ്ട്. കണ്ടോ? യെസ്, ആവട്ടെ. ഇനി കേട്ടോളൂ. ഞാൻ മനഃശാസ്ത്രം പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരു പ്രൊഫസർ പറഞ്ഞൊരു സിദ്ധാന്തമുണ്ട്. ഒരു തെറ്റായ സിദ്ധാന്തങ്ങൾ പറയും ചില ആളുകൾ. അപ്പം അയാൾ പറഞ്ഞു, ഈ തെറ്റായ സിദ്ധാന്തത്തിന് ഒരു കാര്യമുണ്ട്. ആ തെറ്റായ സിദ്ധാന്തം ഇങ്ങോട്ട് വരുമ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു ശരിയായ സിദ്ധാന്തം ഇങ്ങോട്ട് പറഞ്ഞു തരും. ശരിയാണോ? ഇപ്പൊ നോക്കൂ, 40 കൊല്ലം ഇബാദത്ത്, 400 കൊല്ലം ഇബാദത്ത് ചെയ്താൽ നരകത്ത് പോകാൻ എന്തായിരുന്നു കാരണം? എനിക്കറിയില്ലായിരുന്നു. ഒരു പക്ഷെ ഞാനൊരു വിഡിത്തം പറഞ്ഞുകൊണ്ട് എന്തായി, അതിനെപ്പറ്റി ഇപ്പൊ ഒരു അറിവ് കിട്ടി. അതെ, അതായത് റബ്ബ് കാക്കട്ടെ, ആമീൻ. ഓറൈറ്റ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ 3:30 ഏതായാലും എനിക്ക് ചെറിയൊരു ബ്രേക്ക് ഏതായാലും വേണം. ഇൻഷാ അല്ലാഹ് 4 മണിക്കോ മറ്റോ നമുക്ക് പേഴ്സണാലിറ്റി ക്ലാസ് തുടങ്ങാം. എന്തെങ്കിലും അബദ്ധമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ട ആളുകൾ, പണ്ഡിതന്മാരുണ്ടല്ലോ ഇതിൽ, അവർ തിരുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. നമ്മൾ വന്നത് സൈക്കോ ന്യൂട്രീഷൻ തെറാപ്പിയിൽ നിന്നാണ്. പറഞ്ഞ് എവിടെയോ എത്തിയതാണ്. ഏതായാലും ഞാൻ റിലീസ് ചെയ്യുന്നു. തൽക്കാലം ഞാൻ റൂമിൽ നിന്ന് പുറത്തു പോവാണ്. കൃത്യം 4 മണിക്ക് രണ്ടാമത് പേഴ്സണാലിറ്റി ഡെവലപ്പിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നതാണ് പറഞ്ഞുകൊണ്ട് മൈക്ക് റിലീസ് ചെയ്യുന്നു. ദുആ അർക്കുക. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.